സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ഒരുങ്ങിയാണ്. അമ്മയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ വിഷ് ചെയ്യേണ്ടത്, നമ്മുടെ ആശംസകൾ അറിയിക്കേണ്ടത് സ്നേഹത്തോടെ. അമ്മയെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങേ സങ്കേതത്തിൽ ഓടിയെത്തിയ ആരെയും ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിച്ചില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. അത് നമുക്ക് വിശ്വാസമുണ്ട്. കാനാലിലെ കുടുംബത്തിൻ്റെ കുറവ് പരിശുദ്ധ അമ്മയല്ല പരിഹരിച്ചത്. വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൻ്റെ കുറവെല്ലാം പരിഹരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. ഈ ദിനങ്ങൾ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം പ്രാർത്ഥനയോടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോയ സമയമാണെന്നറിയാം. യുക്തിവാദികളുടെ ചിന്തകൾ ധാരാളമായി മാധ്യമങ്ങളിൽ കൂടെ നമ്മളെ അലട്ടുന്നുണ്ട്. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണെന്ന് ചോദിക്കും. ആരെങ്കിലും കല്യാണിച്ച കുഴപ്പമൊന്നുമില്ലോ, ഇഷ്ടമുള്ളവർ കല്യാണം കഴിക്കാമല്ലോ, പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ, പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് ഈ സമയമൊക്കെ നഷ്ടപ്പെടുന്നത്, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ ചിന്തകൾ യുവതലമുറയെ ഇത് ബാധിക്കുന്നുണ്ട്. എങ്കിലും കാശുണ്ടാക്കിയാൽ മതി, തെറ്റ് ചെയ്താണെങ്കിൽ പോലും, മോഷ്ടിച്ചാൽ പോലും, ഇങ്ങനെയുള്ള ഇതിലും തെറ്റില്ല എന്നൊരു പാപബോധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇത് അപകടകരമാണ്. ഒരു ബുദ്ധിയുടെയും യുക്തിയുടെയും ആധ്യാത്മികതയല്ല നമുക്ക് വേണ്ടത്, സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആധ്യാത്മികത വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് നന്നായിട്ട് ശ്രമിക്കാം. അതിനുള്ള കൊച്ചു കൊച്ചു കുറുക്ക് വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഒരുങ്ങാനുള്ള വലിയ കൃപ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, ഈ പാറയിൽ ഇടവകയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ പാറയിൽ പള്ളി സ്കൂളിൽ പഠിച്ചത്. 5-ാം വയസ്സിൽ അവിടെ ചെന്ന് ചേർന്നു. 4 വർഷം അവിടെ പഠിക്കുകയുണ്ടായി. ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് എല്ലാ ദിവസവും പാറപ്പള്ളി കയറി അതാൻ്റെ മുഖം കാണുവാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം SBI സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പാറപ്പള്ളി വരുമായിരുന്നു, കുർബാനയെ സംബന്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ ദൈവവിളി വളരെയധികം വളർത്തുവാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പക്ഷേ അമ്മയുടെ ഭക്തിയിൽ എന്നെ വളർത്തിയത് ആരാണെന്ന് വല്ലതും ചോദിക്കാറുണ്ട്. 2-3 വ്യക്തികളുടെ കാര്യം ഞാൻ പറയുവാൻ നന്നായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ജോൺ മരിയ വിയാനി തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, പഠിക്കാൻ വളരെ മോശമായിരുന്നു, മണ്ടനായിരുന്നു, പരീക്ഷയെ തോറ്റുപോയി, വീട്ടിൽ പ്രവാസം പറഞ്ഞു വിട്ടതാണ്. എങ്കിലും അദ്ദേഹം തീഷ്ണമതിയായ ഒരു മരിയ ഭക്തനായിരുന്നു. ബിഷപ്പിനെ അദ്ദേഹത്തോട് സഹതാപം തോന്നി വിളിച്ചു. മോനെ, നിനക്ക് വൈദ്യരെ ആഗ്രഹമുണ്ടോ? ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കുവാനും ഉത്തരം പറയാൻ സാധിക്കുമോ? വെറും നിസ്സാരമായ 2 ചോദ്യങ്ങളാണ് ബിഷപ്പ് ചോദിച്ചത്. നിനക്ക് മാതാവിനോട് നല്ല ഭക്തിയുണ്ടോ? ഉണ്ടേ എന്ന് പറഞ്ഞു. ജവമാല ഇടുവാനായിട്ട് അറിയാം, എന്നാൽ നിന്നെ ഞങ്ങൾ വൈദ്യനാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈദ്യനാക്കി വിട്ടത് ആയുസ് എന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ചൂതുകളിയും മദ്യപാനവും ഇല്ലാത്ത കൊള്ളരുതായ്മകളൊന്നും ഇല്ലാത്ത ഗ്രാമത്തിലേക്ക് ചെന്ന് ആ ഗ്രാമത്തെ അവൻ വിശദീകരിക്കുകയുണ്ടായി. തൻ്റെ പ്രഭാഷണങ്ങൾ ഏടുറ്റതൊന്നുമായിരുന്നില്ല, ലളിതമായിരുന്നു. ദൈവസ്നേഹത്തിലും കരുണയിലും അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികത അവർക്ക് കൊടുക്കുവാൻ സാധിച്ചു. ഒരു വിശുദ്ധ പട്ടണം പോലെ അത് വളർന്നു വരികയും ചെയ്തു. നമുക്ക് ഓർക്കാം. പിന്നെ ഞാൻ ഓർക്കുന്ന മറ്റൊന്നുള്ളതാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. അത് ചരിത്രം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ഒരു വാക്യമുണ്ട്. അത് ഇതാണ്: പരിശുദ്ധ അമ്മ എൻ്റെ ഖജാൻജിയാണ്, അതിൻ്റെ വഴികാട്ടിയാണ്, എനിക്ക് കുറവുണ്ടാകുകയില്ല. അദ്ദേഹത്തിന് ഈ പരിശുദ്ധ അമ്മയുടെ ഭക്തി കിട്ടിയത് കൂടുതൽ അമ്മ മാർഗരറ്റ് നിന്നാണ്, അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നാണ്. എന്നോട് പറയാവുന്ന സെമിനാരിക്കാരനായി നീ മാതാവിൻ്റെ ഭക്തിയിൽ നിന്ന് വളരണം, അച്ഛനായി കഴിഞ്ഞാൽ എല്ലാവരോടും നീ സംസാരിക്കണമെന്ന്, അമ്മയെപ്പറ്റി പറയണം, ഈശോയെപ്പറ്റി പറയണം എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഈശോയും മാതാവിനെപ്പറ്റി നന്നായിട്ട് പറയുന്ന മറ്റൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, ഞാൻ പാറപ്പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന അവസരത്തിൽ 8-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഡെയിലി പോകുമായിരുന്നല്ലോ. 2 മാസത്തേക്ക് ഒരു റിഡംപ്റ്റിസ്റ്റ് ഫാദർ അവിടെ സഹായിക്കാൻ വന്നു. വലിയ മരിഭക്തനായിരുന്നു. എല്ലാ കുർബാനയിലും അദ്ദേഹം ഒരു 4-5 മിനിറ്റ് സംസാരിക്കും. ഈശോയും മാതാവിനെ പറ്റി സ്നേഹത്തോട് സംസാരിക്കുന്ന കേൾക്കുവാനിടയായി. പിന്നെ മനസ്സിലായി, ഇതുപോലൊരു വൈദ്യനായി തീരണം, സ്നേഹത്തിലും കരുണയോടും ജനത്തോട് ഇടപെടണം, അവരെപ്പറ്റി സംസാരിക്കണം. അതിനൊരു അവസരം എനിക്ക് കിട്ടുമ്പോൾ ഒരു വൈദ്യനായി തീർന്നാൽ തീർച്ചയായും ലഭിക്കുമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ മാതാവ് തരികയുണ്ടായി. അങ്ങനെ ഞാൻ സെമിനാരിൽ ചേർന്നു. ഏകദേശം 5 വർഷം അവിടെ കോളേജ് പഠനം ഉൾപ്പെടെ അവിടെ പഠിച്ചു. ഇതിനുണ്ടായിരുന്നു ആലഞ്ചേരി പിതാവിൻ്റെ സീനിയറായിരുന്നു, കോച്ചേരി പിതാവ് സീനിയറായിരുന്നു, പെയിൻതൊട്ട് പിതാവിൻ്റെ ബാച്ചുള്ളവരായിരുന്നു. ചങ്ങനാശ്ശേരിക്കാർ തൂമ്പങ്കലച്ഛനും തിരുങ്ങാടിച്ചനൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ബാച്ച്. ആ സന്തോഷത്തിന് ഞങ്ങൾ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. അവിടെ സെമിനാരിലായിരുന്നതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് അവിടെ കുർബാനയ്ക്ക് കൂടാൻ സാധിച്ചു. ആ ഖുർആൻ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. ഇതൊക്കെ നല്ല അനുഭവങ്ങളായിട്ട് ഹൃദയത്തിൽ ഇപ്പോൾ കിടക്കുകയാണ്. നമുക്ക് അടുത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു ആധ്യാത്മികത രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും? നമുക്ക് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയായിരിക്കണം.
ബുദ്ധിയുക്തിയിൽ നയിക്കുന്ന ഒരു ആധ്യാത്മിക ആകാൻ പാടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം അത് അഹങ്കാരത്തിലേക്ക് നയിക്കും, അഹങ്കാരം വീഴ്ചയിലേക്ക് നയിക്കും. പലരും ബുദ്ധിയുക്തിയുടെ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താലാണ്. ഇതിൽ നിന്ന് ജ്ഞാനത്തിൽ വിവേകത്തോട് വേണം പ്രവർത്തിക്കേണ്ടത്. അതിന് നമുക്കുള്ള വഴികൾ നമുക്ക് അന്വേഷിക്കാം. തീർച്ചയായിട്ടും അമ്മയുടെ സഹായത്തോടെ ആ വഴിയിൽ കണ്ടെത്താനുള്ള അവസരം നമുക്കിപ്പോൾ ലഭിക്കുകയും ചെയ്യും.